So welcome all. Today, in the next half an hour, we are going to be in conversation with Mr. Sunil Kumar, a very prominent builder in Kerala. He is the Chief Managing Director of Asset Homes. So maybe for a literature circle like this, Managing Director of Asset's Home or the Managing Director of a very notable business empire is maybe slightly strange to you. പക്ഷേ നമുക്ക് തോന്നുന്നു അദ്ദേഹം ഞാൻ നേരത്തെ ഹീസ് എ ബിസിനസ് മാൻ ആൻഡ് ഹി നോസ് ദ പൾസ് ഓഫ് ദി ഓഡിയൻസ്. സോ വൈൽ വി വർ വാക്കിംഗ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഹിസ് ബുക്ക് ഈസ് ഇൻ ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് മിത്ത് ആൻഡ് റിയാലിറ്റി. Not the Myth and Reality by D.D. Kosambi, which is a different book talking about the new ways of reading history. His reality is not R-E-A-L-I-T-Y, it is R-E-A-L-T-Y, which is going to be connected with the building and constructions and things like that. So there's a slight play with the title of the book. It's not the Kosambi's Myth and Reality, but it is Myth and Reality. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഓഡിയൻസ് മലയാളത്തിലായിരിക്കും ഒരു പക്ഷേ കൂടുതൽ കംഫർട്ടബിൾ ആവുക, അതുകൊണ്ട് നമ്മൾ വിൽ ബി ട്രൈയിങ് ഇറ്റ് ഇൻ മലയാളം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ സിൻസ് യുവർ ബുക്ക് ഈസ് ഇൻ ഇംഗ്ലീഷ് വിൽ ഗോ ഫോർ എ ബൈലിംഗ്വൽ അപ്രോച്ച്. സോ വിൽ ബി യൂസിങ് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഡ്യൂറിങ് ദ നെക്സ്റ്റ് 30 minutes. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിങ്ങൾ IIM കുറിച്ച് കേട്ടിട്ടുണ്ട്, IIM-ലെ MBA കുറിച്ച് കേട്ടിട്ടുണ്ട്, ഹാർവാർഡിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഭൂരിപക്ഷം കുട്ടികളും നമ്മുടെ ഓഡിയൻസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു ഷിഫ്റ്റ് ചെയ്യാൻ വരുന്നത്. ഹാർവാർഡിനെ കുറിച്ച് തമാശ പറയാറുണ്ട്. അതായത് ഹാർവാർഡിലെ 2 റൂമിൽ ഒരു റൂമിൽ ദൈവം ഉണ്ടോ എന്നുള്ള ചർച്ച. ഓക്കെ, വെരി ഇൻസൈസീവ്, വെരി സീരിയസ് ഡിസ്കഷൻ ഓൺ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. വേറൊരു റൂമിൽ എന്താ പറയുക, ദൈവം തന്നെ വന്നിട്ട് സംസാരിക്കുന്നു. അങ്ങനെ 2 സ്പേസിലാണ് ഹാർവാർഡിൽ. അപ്പോൾ ഹാർവാർഡിലെ കുട്ടികൾ എവിടേക്കാണ് പോവുക? ദൈവം വന്ന് സംസാരിക്കുന്നിടത്തേക്കാണോ പോവുക, അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച നടക്കുന്നിടത്തേക്കാണോ പോകുന്നതാണ് ചോദ്യം. നമ്മുടെ IIM-ൻ്റെ ഡയറക്ടർ ദേബശീഷിൻ്റെ പുസ്തകത്തിലെ ഒരു സംഭവം, ഞാൻ ഐ എം കോട്ടിങ് ദേബശീഷ് ചാറ്റർജി, ദ കറന്റ് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കാലിക്കറ്റ്. He says Harvard students will go to the room where there is a serious discussion on the existence of God, whether he exists or not. So that is the culture and the identity of Harvard. ഞാനത് കണക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സുനിൽ സർ had an experience with Harvard. He did a program in Harvard. So maybe since our audience is comprising of students, most of them are students, so maybe he can start with. അങ്ങനെ സാർ അവിടെ പോയ അനുഭവം, അവിടുത്തെ പഠനമൊക്കെ ഒന്ന് ജസ്റ്റ് 2 minute എടുത്ത് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. He is going to be talking about his own experience at Harvard as a MBA participant. ഹാർവാർഡ് എന്നുള്ള വാക്ക് നമുക്കറിയില്ലായിരുന്നു. കാരണം ഹാർവാർഡ് എന്നുള്ള വാക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ചില പക്ഷേ കേട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഹാർഡ് വർക്ക് കേട്ടിട്ടുണ്ട്, ഹാർവാർഡ് രണ്ടാമതായിട്ട്. അപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയത്തിന് ശേഷമാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു 20 കൊല്ലം 25 കൊല്ലമൊക്കെ നമുക്ക് ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഹാർവാർഡിൽ ചില കോഴ്സുകളുണ്ട് വേർ യു ക്യാൻ ഗോ ആൻഡ് അറ്റൻഡ് ഒരു 90 days യു ക്യാൻ സ്പെൻഡ് ഇൻ ദ ക്യാമ്പസ്. അപ്പോൾ ഈ നമ്മളുടെ നാട്ടിലെ ക്യാമ്പസ് പോലുള്ള അനുഭവം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും അപ്ലൈ ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് നേരത്തെ പറഞ്ഞ പോലെ ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പോഷർ പോലും വല്ലാണ്ട് മാറ്റി മറിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പോലും മാറ്റി മറിക്കുന്ന രീതിയിലുള്ള ഒരു ശക്തി ആ ക്യാമ്പസിനുണ്ടെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. I was fortunate to attend this post-graduation course for 90 days, 15 days in the 6 sessions. I was fortunate to attend in a year. And ഭാഗ്യത്തിന് കോവിഡും ഫ്ലഡും ഒക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ കോഴ്സ് കഴിഞ്ഞുകൊണ്ട് I was fortunate to complete it. And thanks to the visionaries who created such big organizations, big institutions actually, which creates ലോകത്തിലൊരു നോളജിൻ്റെ ഒക്കെ ഒരു വലിയ ശക്തി കേന്ദ്രങ്ങളാണ് ഹാർവാർഡ് പോലുള്ള സ്ഥാപനങ്ങളെല്ലാം. അപ്പോൾ ഹാർവാർഡും ഹാർഡ് വർക്കും കൂടെ ചേർക്കുകയാണെങ്കിൽ ആക്ച്വലി വി ക്യാൻ ക്രിയേറ്റ് മിറാക്കിൾസ്.
ഒരുപക്ഷെ സാറിൻ്റെ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എസറ്റ് ഹോംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എസറ്റ് ഹോംസ് ഈസ് എ വെരി സ്ട്രോങ് ബ്രാൻഡ്. ഐ തിങ്ക് ഈവൻ ചിൽഡ്രൻ ക്യാൻ റിമെമ്പർ ദാറ്റ് നെയിം. ഇറ്റ്സ് സോ പോപ്പുലർ. ഒരു പക്ഷേ സാറിൻ്റെ വളർച്ചയുടെ ഒരു ഹിസ്റ്ററി നോക്കിയ ഒരു പക്ഷേ ഈ രണ്ടിൻ്റെയും മിക്സിംഗ് ഉണ്ടാവും. ഹാർഡ് വർക്ക് പ്ലസ് ഹാർവേഡ് എന്നുള്ളൊരു മിക്സിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ഹിൽ ബി ടോക്കിംഗ് ലേറ്റർ. അപ്പോൾ സാറിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാലും, സാർ നമ്മൾ പലപ്പോഴും വി ഹാവ് സോ മെനി ബുക്സ് ഓൺ മാനേജ്മെൻറ്റ്, മാനേജീരിയൽ പ്രാക്ടീസസ്, ഹൗ ടു ലീഡ്, ഹൗ ടു ബി സക്സസ്ഫുൾ, ഇങ്ങനെയുള്ള ബുക്സ് ഒരുപാട് അവൈലബിൾ ആണ്. മലയാളത്തിൽ അത്രയില്ല. ഇംഗ്ലീഷിൽ ഓഫ് കോഴ്സ് വി ഹാവ് സോ മെനി ബുക്സ്. പക്ഷേ വെൻ യു ലുക്ക് അറ്റ് ദിസ് book, as I told you, Myth and Reality, it is comprising about 62 very brilliant articles, right? Very short, maybe 1 page or 1.5 page, maybe very suitable for the new generation, right? They won't be reading, more than 150 pages. Please correct me if I'm wrong. So it's made for such kind of an audience, right? You can easily finish reading it. You don't have to spend heavily on that. And one point is very interesting, here is a man who has serious experience. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിൽഡറാണ്. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കൂടെ രസകരമായിട്ടാണ് ഹാർവാർഡിലെ പ്രൊഫസേഴ്സ്, മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് തിയറി കിട്ടാൻ പണിയൊന്നുമില്ല. നമ്മുടെ ചാരു നീവേദ്യമൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഗൂഗിൾ ചെയ്താൽ വളരെ എളുപ്പമാണ്. അത് ഞാൻ നോവൽ എഴുതാറില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ വളരെ രസകരമായി അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ പറയുന്നതോടൊപ്പം അതിനെ കൂട്ടിച്ചേർത്തിട്ട് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള അക്കാഡമിക് ഇൻസൈറ്റ്സ് കൂട്ടിച്ചേർത്ത് വെക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിൻ്റെ സന്തോഷം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോർട്ടബിൾ MBA എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? പോർട്ടബിൾ MBA, പോർട്ടബിൾ ഫിലിം സ്കൂൾ എന്നൊക്കെ പറയാറുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. So if you have that book, it's as good as attending a program in film school if you read that book. If you read this book, it's as good as attending a MBA program in maybe from a very reputed universities like Harvard or Berkeley. സാറിന് ആ പുസ്തകം എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിൽ പറയാൻ പറ്റുമോ? അതിലെ ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ എഴുതാനുള്ള കാരണം എന്താ? അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു? പുസ്തകമായിട്ട് എഴുതിയല്ലേ ഇത്? എല്ലാ മാസവും 1-ാം തീയതി അസറ്റ് ഹോംസിൻ്റെ ടീം മെമ്പേഴ്സിന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു പോസിറ്റീവ് നോട്ടാണ്. അതായത് എങ്ങനെ ഹൗ ക്യാൻ യു ബി പോസിറ്റീവ് ഇൻ യുവർ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റുകളായിട്ട് ബന്ധപ്പെട്ടോ വരുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഒരു മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന ഷോർട്ട് നോട്ട്സാണ്. അപ്പോൾ എല്ലാ മാസവും 1-ാം തീയതി എൻ്റെ ടീം മെമ്പേഴ്സിന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഷോർട്ട് നോട്ടാണ്. ആ ഷോർട്ട് നോട്ട് 2018 മുതൽ 2023 വരെയുള്ള 5 വർഷത്തെ 12 മാസങ്ങളിൽ അയച്ച 60 മെസ്സേജുകളെ കംപ്രൈസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ ഇതിൽ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ ആ മാസം സംഭവിച്ചിരിക്കുന്ന ഒരു ഇവൻറ്റുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മളെങ്ങനെ ഒരു മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അതിൽ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവാം, ഫിനാൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ റിസഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവാം, അതല്ലെങ്കിൽ ഒരു ലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ടാവും, ഒരു പാൻഡമിക് സിറ്റുവേഷനിലുണ്ടായ കാര്യമുണ്ടാവും. അപ്പോൾ ആ ഒരു 5 കൊല്ലത്തിലെ ഓരോ മാസത്തിലും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും അസറ്റ് ഹോംസിൻ്റെ പ്രവർത്തനങ്ങളും അതിനെ ഒരു ജനറൽ മാനേജ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് കൊടുത്തിരുന്നത്. പക്ഷേ അതിൽ അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് ത്രൂ ഔട്ട് ആയിട്ടുള്ളൊരു ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പോസിറ്റിവിറ്റിയാണ്. നമുക്കെങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാം, എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം എന്നെല്ലാമുള്ളൊരു സാധ്യതയാണ് ഞാനത് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോട് ഇതിനു മുമ്പ് ഒരു ദിവസവും ഒരാൾ ചോദിച്ചിരുന്നൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് ആവാൻ സാധിക്കുക? കാരണം ഇപ്പോൾ ഈ വേദിയിൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പുറത്തറിയപ്പെടുകയോ ചെയ്യുന്നത് ആ ഉദ്ദേശിച്ച കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിയിട്ട് അതിനെ വേറൊരു നെഗറ്റീവായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇന്നലെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അതായത് നമ്മളെല്ലാ ദിവസവും ആലോചിക്കേണ്ട ഒന്നും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പോസിറ്റിവിറ്റി പറയുമ്പോൾ ഇപ്പോൾ പുതിയ വർഷം, ഇപ്പോൾ നമ്മളൊരു പുതിയ ന്യൂ ഇയറിലേക്ക് വന്നു, വളരെ പ്രതീക്ഷകളാണ്.
അല്ലേ? വലിയ പ്രതീക്ഷയോടെ നമ്മൾ ഓരോ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്യുന്നത്. കാരണം ഒരു പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഒരു ഷർട്ട് മേടിക്കുകയാണെങ്കിൽ പോലും പോസിറ്റിവിറ്റിയാണ്. കാരണം ഈ ഷർട്ട് പുതുതായിട്ട് ഇടുമ്പോൾ ഒരു പ്രതീക്ഷയാണ്, ഇന്നോട്ട് എന്തോ വലിയ മാറ്റം ഉണ്ടാകുന്നത്. ഒരു പുതിയ കാറ് മേടിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. ഞങ്ങളുടെ ഇന്ന് ഫ്ലാറ്റ് മേടിക്കുമ്പോൾ, താക്കോല് മേടിക്കുമ്പോൾ പലരുടെയും മുഖത്തൊക്കെ ഇങ്ങനെ വലിയ പ്രതീക്ഷയാണ്. കാരണം എന്തോ വലിയ സംഭവം ജീവിതത്തിൽ വരാൻ പോവാണ്, വലിയ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരാൻ പോകും, നമ്മളിങ്ങനെ ആലോചിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വാട്ട് വി ക്യാൻ ഡു ഈസ് വി ഹാവ് ടു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ടുഡേ ഈസ് ദി ഫസ്റ്റ് ഡേ ഓഫ് മൈ റിമൈനിങ് ലൈഫ് എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഗ്രേറ്റ് പോസിറ്റീവ് തിങ്സ് വി ക്യാൻ ബ്രിങ് ഇൻ ടു അവർ മൈൻഡ്. ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള സമയത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് എന്ന് ആലോചിച്ചാൽ ദാറ്റ്സ് എ മോസ്റ്റ് പോസിറ്റീവ് തോട്ട് യു ക്യാൻ ബ്രിങ് ടു യുവർ മൈൻഡ്. ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഈ പുസ്തകത്തിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒരു സന്തോഷകരമായ അവസ്ഥ, ആ ഒരു ത്രെഡ് ഈസ് ലർക്കിംഗ് ത്രൂ ഓൾ ദീസ് ചാപ്റ്റേഴ്സ്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം തോന്നി. സാറ് പറഞ്ഞ രണ്ട് കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, ദി ഐഡിയ ഓഫ് ദ CMD റൈറ്റിംഗ് ടു ഹിസ് എംപ്ലോയീസ്, അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഹൈറാർക്കിയിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച്, യു ആർ ഓൾവേസ് വെയിറ്റിംഗ് ഫോർ ദ മെസ്സേജ് ഫ്രം ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം സെഗ്മെൻറ്റ് ഡസൻറ്റ് ഹാവ് എ സേ. അപ്പോൾ സാറിൻ്റെ ഈ പുസ്തകം ഭയങ്കര പൊയറ്റിക്കലി ഇൻട്രസ്റ്റിംഗ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു നമുക്ക് വേണ്ടിയിട്ട് എഴുതിയതല്ല. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ എ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓർ ഫോർ എ വെരി അക്കാഡമിക് ഓഡിയൻസ്. ഇറ്റ് ഈസ് ബേസിക്കലി റിട്ടൺ ഫോർ ദി ഹിസ് ഓൺ എംപ്ലോയീസ്. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. എത്ര സീരിയസ് ആയിട്ടാണ് ഹീസ് ലുക്കിംഗ് അറ്റ് ഹിസ് ഓഡിയൻസ്, ഹൗ സീരിയസ് ഹീസ് അബൌട്ട് ദ കമ്മ്യൂണിക്കേഷൻ, 360-degree കമ്മ്യൂണിക്കേഷൻ. അവരോട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു 360-degree കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നു. പലപ്പോഴും ഈ ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ സർക്കിൾ ഇത് പലപ്പോഴും തമ്മിലൊരു ഫിയർ റിലേഷൻ ബേസ്ഡ് ഓൺ ഫിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു വളരെ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, വളരെ ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അത് പലപ്പോഴും ഇന്ത്യയിലും ലോകത്തുള്ള ഒരുപാട് ബിസിനസ് ഗ്രൂപ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹി ഇംപ്ലിമെൻറ്റഡ് ദി ഐഡിയ ഓഫ് വാട്സ്ആപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓഫ് കോഴ്സ് ഇറ്റ് മേ നോട്ട് ബി സോ ഫ്രഷ് നൗ, ബട്ട് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് കുഡ് ഡീകൺസ്ട്രക്ട് ദ ബൈനറീസ്, ടോപ്പ് ഡൗൺ ആൻഡ് ദ ബോട്ടം അപ്രോച്ച്. അപ്പോൾ ആ രീതിയിൽ സാർ എപ്പോഴും പറയേണ്ട ഒരു തുറന്ന കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുന്നത് ഹീസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ എക്സ്റ്റേണൽ ക്രിറ്റിസിസം. സാറിൻ്റെ കമ്പനിയെ പുറത്തുള്ള ഈ ബിൽഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബോഡീസൊക്കെ എപ്പോഴും കൺസിസ്റ്റൻ്റ്ലി റേറ്റഡ് വെരി ഹൈ. അപ്പോൾ സാറ് ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയിൽ ഒരു ഹോണസ്റ്റ്, ക്രിട്ടിക്കൽ, കൺസ്ട്രക്റ്റീവ്, അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഒരു 360-degree എവറിത്തിങ് ഈസ് നോട്ട് ടു എവറിബഡി, ട്രാൻസ്പാരൻസി. അല്ല, ഇപ്പോഴത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒളിച്ചു വയ്ക്കാവുന്നൊരു സാധനമൊന്നുമല്ല. കാരണം ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വേറെ വഴിയിൽ ഇൻഫർമേഷൻ കിട്ടും. ഇറ്റ്സ് അവൈലബിൾ, എവരിവെയർ ഇറ്റ്സ് അവൈലബിൾ. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുകയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് 100% ആൾക്കാരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നിടത്ത് ഒരു സക്സസിൻ്റെ തുടക്കം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഐ തിങ്ക് ട്രാൻസ്പെറൻസി കൂടിപ്പോയാലുള്ള കുഴപ്പങ്ങളെ ഞങ്ങൾക്കുള്ളൂ. ഈ ചിലപ്പോൾ പക്ഷേ അതൊരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഇപ്പോൾ നമുക്കൊരു കുഴപ്പമായിട്ട് തോന്നിയാൽ പോലും ലേറ്റർ സ്റ്റേജിൽ നമുക്കത് വളരെ ഗുണകരമായിട്ട് വരും. അപ്പോൾ ബീയിങ് ട്രാൻസ്പെറൻറ്റ് ഈസ് ആക്ച്വലി ഒരു സെറ്റ് ബാക്ക് അല്ല, അതൊരു ആക്ച്വലി ഒരു വിന്നിങ് ഗെയിം തന്നെയാണ്. ദാറ്റ്സ് ഗുഡ് ആക്ച്വലി. അപ്പോൾ സാറ് പറഞ്ഞത് എന്താണ്, ട്രാൻസ്പാരൻസി ഈസ് എ റിയൽ അസെറ്റ്. അദ്ദേഹത്തിൻ്റെ അസെറ്റും അതായിരിക്കും ഒരു പക്ഷേ. അസെറ്റ് ബിൽഡേഴ്സ് ഈസ് ദി ഒരു ട്രാൻസ്പാരൻ്റ് ഓർഗനൈസേഷൻ. ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രൈം മിനിസ്റ്ററുടെ പ്രസംഗം വളരെയധികം ശ്രദ്ധിച്ച ഒരാളായി ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത്, പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന്, വി നീഡ് ടു ബി ഫോക്കസിങ് ഓൺ ദ എൽഡർലി, ആൻഡ് സെക്കൻഡ് വൺ ഈസ് വി നീഡ് ടു ബി കെയറിങ് ദി എംപ്ലോയീസ്, ആൻഡ് തേർഡ്ലി വി ഷുഡ് സപ്പോർട്ട് ദി ഫ്രണ്ട് റണ്ണേഴ്സ്, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ലൈക്ക് ഡോക്ടേഴ്സ്. അപ്പോൾ സാർ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, സാറിൻ്റെ ഓർഗനൈസേഷനിലുള്ള എല്ലാവർക്കും ശമ്പളം കൃത്യമായിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ട് വാക്കാലത്തിൽ പകുതി കൊടുത്ത ആൾക്കാരുണ്ട്, കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ബട്ട് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു റിമെമ്പർ ദാറ്റ് ഹി മെയ്ഡ് പേയ്മെൻറ്റ് ടു ഓൾ ദി എംപ്ലോയീസ് വിതൗട്ട് എനി കാർഡ് ഡ്യൂറിങ് ദ എൻറ്റയർ പീരീഡ് ഓഫ് കോവിഡ്. He made the payment. That's a very, very interesting, information. I'm very happy to share with you. Secondly, he also arranged lunches for the major frontline workers during the COVID. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ആ ഒരു സംഭവത്തെക്കുറിച്ച്, തൊഴിലാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട്. അല്ലാതെ
നമ്മളൊരു പ്രാഥമികമായിട്ട് കടമയായിട്ട് നമ്മൾ കണക്കാക്കിയത്. പക്ഷേ ഞാനിത് ഈ പുസ്തകത്തിൽ എഴുതിയപ്പോൾ അതിനകത്ത് വേറൊരു ആസ്പെക്റ്റ് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. കാരണം വെച്ചാൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ളൊരു മെസ്സേജുണ്ട്. ആ മെസ്സേജ് പലപ്പോഴും വിസ്മരിപ്പിക്കപ്പെടും. ആ വിസ്മരിക്കപ്പെടുന്നത് ഇനിയും നാളെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടാവും, ഇനിയും നാളൊരു ഇതുപോലത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നുകൂടി വന്നേക്കാം. ആ സമയത്ത് എന്തായിരിക്കണം ഒരു നല്ല ഓർഗനൈസേഷൻ അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് എടുക്കേണ്ട സമീപനം, എന്തായിരിക്കണം ഒരു സ്റ്റേക്ക് ഹോൾഡർ തിരിച്ച് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു കണക്റ്റാണ് ഞാൻ അത് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിൽ ചിലപ്പോൾ പക്ഷേ നമ്മൾ പറഞ്ഞതിനേക്കാട്ടിലും വലുതായിട്ടും അതിനേക്കാളിലുമൊക്കെ വളരെ ആകർഷണീയമായിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷൻസും ഒരുപാട് ആൾക്കാരൊക്കെ ലോകത്തുണ്ടാകും. അപ്പം ഞങ്ങൾ കാണുന്ന പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്കിനകത്ത് എങ്ങനെ നമുക്ക് പരമാവധി നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക് പരമാവധി നന്നായിട്ട് നമ്മുടെ അസറ്റ്സ് ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ് മാത്രമാണ്. അത് എനിക്ക് തോന്നുന്നത് ഏതോ ആ സമയത്തെ ചില ലേഖനങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഇഷ്ടമായി തോന്നിയൊരു ലേഖനം. അതിലൊരു മനുഷ്യപ്പറ്റിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് സാറ് ഷെയർ ചെയ്യും. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം സാറേ, നമ്മൾ പലപ്പോഴും അമ്മമാരെ, വി ഹാവ് ദ പോയിറ്റ്സ്, നിരത സുരേഷ് ഈസ് ഹിയർ. ഷീ ടോക്സ് അബൌട്ട് ദി കെയറിംഗ് ഡയമെൻഷൻസ് ഓഫ് മദർ ആൻഡ് ദി ബോണ്ടേജ് എ ചൈൽഡ് ആൻഡ് മദർ. നോർമലി വി ആർ ഫെമിലിയർ വിത്ത് ദിസ് കൈൻഡ് ഓഫ് നെറേറ്റീവ്സ്. പക്ഷെ നമ്മുടെ സുനിൽ സാറ് മദറിനെ നോക്കിയത് the idea of mother as a real leader, right? We need to be learning many things from mother. If you are looking for leadership skills, if you want to excel, you don't have to go to any universities, you don't have to go to any business school. Just watch your mother. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഒരു പ്രൈമറി ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ സോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം പലപ്പോഴും നമ്മുടെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡിസ്കോഴ്സസിൽ അമ്മമാർ വരാറില്ല. അപ്പോൾ സാറിൻ്റെ നോട്ട് എനിക്ക് ഇഷ്ടമായി. അതൊന്ന് പറയാൻ പറ്റുമോ? അതെനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് എവിടെയും എന്തിനും കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളിലൊരു വലിയൊരു മാനേജ്മെൻറ്റ് ലേണിംഗ് എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ യു ആർ ആക്ച്വലി എന്താണോ കസ്റ്റമർക്ക് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ഓഡിയൻസിന് വേണ്ടത് അതിലേക്ക് എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് എബിലിറ്റിയാണ്. എന്ന് പറയുന്ന പോലെ നമുക്ക് ഓരോ കാര്യങ്ങളിലും നമുക്ക് വേണമെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ആസ്പെക്റ്റ് കാണാൻ സാധിക്കും. ഈ അമ്മയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അമ്മയെ സ്നേഹത്തിൻ്റെ പ്രതിരൂപമായിട്ടോ അല്ലെങ്കിൽ അമ്മയെ കാരുണ്യത്തിൻ്റെ രൂപമായിട്ടോ സാക്രിഫൈസിൻ്റെ രൂപമായിട്ടോ എല്ലാം ഒരുപാട് കവികളും ചിന്തകരും എല്ലാം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്. അമ്മയെ വേണമെങ്കിൽ നമുക്കൊരു മാനേജ്മെൻറ്റ് ഗുരുവായിട്ട് സങ്കല്പിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ആസ്പെക്റ്റിൽ കാണാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഇൻസിഡൻ്റ് ഞാൻ പറയാം, എൻ്റെ കഴിഞ്ഞ പുസ്തകത്തിൽ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഡിസ്കസ് ചെയ്ത പുസ്തകത്തിൽ ഞാൻ മഹാത്മാഗാന്ധി എങ്ങനെ ഒരു ബിസിനസ് ഗുരുവായിട്ട് കാണാമെന്നുള്ളതിനെ പറ്റിയാണ് ആ പുസ്തകത്തിൽ എഴുതാൻ ശ്രമിച്ചത്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, മഹാത്മാഗാന്ധിയും ബിസിനസ്സുമായിട്ട് എന്ത് ബന്ധമുണ്ട്, മഹാത്മാഗാന്ധിക്ക് എന്താണ് ബിസിനസ്സായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു. അപ്പോൾ മഹാത്മാഗാന്ധിയെ ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിട്ട് രാഷ്ട്രീയക്കാർ കാണുന്ന പോലെ, മഹാത്മാഗാന്ധി അഹിംസയുടെ പ്രതിരൂപമായിട്ട് ചില ആളുകൾ കാണുന്ന പോലെ, മഹാത്മാഗാന്ധിയെ സാക്രിഫൈസിൻ്റെ പ്രതിരൂപമായിട്ട് ചില ആൾക്കാർ കാണുന്ന പോലെ, ഒരു സംരംഭകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മഹാത്മാഗാന്ധിയെ ഒരു സംരംഭകൻ്റെ കണ്ണിലൂടെ കാണാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് എൻ്റെ എൻ്റെ കാഴ്ചപ്പാടാണ്. അതേപോലെ അമ്മ എങ്ങനെയാണ് ഒരു കുടുംബം മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്, അമ്മ എങ്ങനെയാണ് ഒരു വലിയ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവോടെ കാണാൻ സാധിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ മരിച്ച മാസം എഴുതിയ മെസ്സേജിലാണെന്ന് തോന്നുന്നു ഞാൻ ആ അമ്മയൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വളരെ ഇൻസിഡൻ്റലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ മാസങ്ങൾ, ഇപ്പോൾ ഈ നമ്മുടെ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് നമ്മുടെ ഈ വേനൽ മാസങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ, ഈ സ്കൂൾ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇല്ലാണ്ടാവുമ്പോൾ, വെക്കേഷൻ വരുമ്പോൾ നമ്മൾ അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സമയമുണ്ട്. കാരണം എന്തിനാണ് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോഴാണ് നമുക്ക് പോക്കറ്റ് മണിയുടെ ആവശ്യം വരുന്നത്. കാരണം ക്ലാസ്സിൽ പോകുന്ന സമയത്തല്ലല്ലോ നമുക്ക് എന്തെങ്കിലും അന്നത്തെ കാലത്ത് ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട്, വലിയ ആർഭാടങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ഉത്സവങ്ങൾക്ക് പോകാനോ അല്ലെങ്കിൽ ചെറിയ സന്തോഷങ്ങൾ പോകുകയോ സുഹൃത്തുക്കളായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പൈസ ആവശ്യം വരുമ്പോൾ ഒരിക്കലും പൈസ തരാത്ത ആൾ അമ്മയാണ്. അമ്മ പൈസ തരണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ജോലി ചെയ്യിച്ചിട്ട് അമ്മ പൈസ തരുള്ളൂ. ചിലപ്പോൾ പറയുക, ഏറ്റവും എനിക്കൊരു ഓർമ്മ വളരെ ചെറിയ ആയിരുന്നു, ചിലപ്പോൾ ഒരു പക്ഷേ പറയുക, ഇവിടെ എല്ലാം കശുമാവും പൂത്തുപ്പുണ്ട്, യു ഗോ ആൻഡ് കളക്ട് ഓൾ ദ കാഷ്യൂനട്ട്, എല്ലാം പറക്കി കൊണ്ടുവന്ന് ഉണക്കി കൊടുത്ത് വിറ്റ് കഴിഞ്ഞാൽ യു ഗെറ്റ് എ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ടെംപ്റ്റഡ് ടു ഡൂ സം ജോബ് ആൻഡ് ഗെറ്റ് സം റിവാർഡ്സ്.
അത് ചിലപ്പോൾ പക്ഷേ അമ്മ മാനേജ്മെൻറ്റ് വിദഗ്ധയായിട്ട് പറഞ്ഞൊന്നും ആയിരിക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് നമ്മളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം വളരെ എളുപ്പത്തിൽ പുസ്തകം വായിക്കാതെ അല്ലെങ്കിൽ ക്ലാസ് റൂമിലിരുത്തി പഠിപ്പിക്കാതെ നമ്മുടെ മനസ്സിലേക്ക് അവർ കുത്തിവെച്ച് തരുന്ന ഒരു വലിയ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യമാണ്. അപ്പോൾ അതാണ് അത് നമുക്ക് എങ്ങനെ നമ്മളതിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സാറിൻ്റെ ഞാൻ ഒരു അരമണിക്കൂർ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. അപ്പോൾ അരമണിക്കൂറിലെ സംസാരത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഹ്യൂമറസ് ആണ്. സാർ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന പോലെയല്ല, ഹി വാസ് ടെറിബിളി ഹ്യൂമറസ്. അതിൽ ലീഡർഷിപ്പിൽ ഹ്യൂമറിൻ്റെ റോളിനെ കുറിച്ചൊക്കെ സാർ ചിന്തിച്ചിട്ടുണ്ടാവും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വരുമ്പോഴും അദ്ദേഹം പറഞ്ഞ ചില തമാശകളൊക്കെ തന്നെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഹ്യൂമർ ഈസ് വെരി ബ്രില്യൻ്റ്. ഒരു നമ്മുടെ സിനിമയിൽ കാണുന്ന ഹ്യൂമർ അല്ല. നമ്മൾ പണ്ട് വിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രില്യൻസിൻ്റെ ഇൻഡിക്കേഷനായിട്ട് കാണുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കസ്റ്റമേഴ്സ് ബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞപ്പം. സാർ ഒരു എക്സാമ്പിൾ പറയുന്നത്, ദുബായിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. യു ആർ പാമ്പേർഡ് വിത്ത് ഓൾ ദി ലക്ഷറീസ് ആൻഡ് ഫെസിലിറ്റീസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഹീ ഈസ് ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസസ് ടു പീപ്പിൾ. അത് അദ്ദേഹത്തിന് ദുബായിൽ പോയപ്പോൾ കിട്ടിയെന്നാണ് പറഞ്ഞു. എന്താണ് ഏറ്റവും വലിയ ബിൽഡിങ്ങിലൊക്കെ പോയപ്പോൾ ആ രീതിയിലുള്ളൊരു വല്ലാത്തൊരു സന്തോഷം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കണം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിലൊക്കെ അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹോംസിൻ്റെ ആ ചാവി മേടിക്കുന്ന അന്ന് സർവേ നടത്താൻ ധൈര്യം കാണിച്ചു എന്ന് പറഞ്ഞു. സാധാരണ സർവേ വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് exactly on the day of distributing the keys to the owners, he was bold enough to conduct a survey with regard to the attitude and satisfaction among these audience. അപ്പോൾ സാർ എന്താണ് ഈ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ നോക്കിക്കാണ്? സാറിൻ്റെ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണ് അല്ലേ? സിൻസ് യു ആർ എ ബിൽഡർ, the attitude of customers, response of customers, their satisfaction level, they're all very important. How do you ensure that they are satisfied? എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനകത്തൊരു ഡിഫറൻസിയേഷൻ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റിനകത്തൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തഡോളജിയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഫീച്ചറോ കൊടുക്കുകയാണെങ്കിൽ പോലും അതൊരു പക്ഷേ നാളെ ഈസിലി മറ്റുള്ളവർക്കും ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദ ഗെയിൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഹാൻഡ് ഓവർ ചെയ്ത് അവിടെ താമസിക്കുന്ന ആ പീരീഡിൽ അവരനുഭവിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ എക്സ്പീരിയൻസിന് മാത്രമേ നമുക്കൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം വ്യത്യസ്തമാക്കാൻ സാധിക്കുന്നു, എത്രത്തോളം ആസ്വാദകരമാക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം കസ്റ്റമർ നമ്മളോടൊപ്പം നിൽക്കാനും കസ്റ്റമർ ഓർത്തിരിക്കുന്നത് തന്നെ ഉണ്ടാവുള്ളൂ. ഒരു പ്രോജക്റ്റിനകത്തെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അതിനകത്തുള്ള സ്പെസിഫിക്കേഷൻസോ ഒന്നും അല്ല കസ്റ്റമർ ഓർത്തിരിക്കുന്നത് ചില ടച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യാനായിട്ട് വന്ന സമയം, അവർ ഫ്ലാറ്റിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്ത് മേടിച്ച സമയം, അതല്ലെങ്കിൽ അവർ അവിടെ ഹൗസ് വാമിങ് നടത്തിയ സമയം, അങ്ങനത്തെ ആ ടച്ച് പോയിൻറ്റുകൾ വളരെ ആസ്വാദകരമാക്കാനും അത് അവരുടെ മനസ്സിൽ നിലനിർത്താനുമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഐ തിങ്ക് that keeps the things moving. ഇനി 3 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ സാറ് ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ബിൽഡറാണ്. അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട് കേട്ടോ. നിങ്ങളിരിക്കുന്ന ഈ ബീച്ചിന് തൊട്ടടുത്തൊരു വലിയ പ്രോജക്റ്റ് തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്, അതാണ് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. അതിനെക്കുറിച്ച് സാറൊന്ന് ജസ്റ്റ് ഒന്ന്, പ്രത്യേകിച്ച് നമ്മളെ ആൾക്കാരൊക്കെ നമുക്കൊന്നും വലിയ ഫ്ലാറ്റൊന്നും മേടിക്കാൻ പറ്റൂല, എന്നാൽ പോലും ഒന്ന് അതുമായിട്ട് സാറിൻ്റെ ഒരു നെക്സ്റ്റ് ലക്ഷ്യം എന്താണ്, നെക്സ്റ്റ് എയിം? ഇല്ല, അതിപ്പോൾ ഇൻസിഡൻ്റിൽ ഞാൻ പറഞ്ഞോളൂ, ഈ വേദിയിൽ നിന്നുകൊണ്ട് കാണുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബീച്ച് റോഡിനെ ഫേസ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങളുടെ ഒരു അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി, അതായത് 60 ഫ്ലോർ ഹൈറ്റുള്ളൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ തുടങ്ങാൻ പോവാണ്. ആ ഇൻസിഡൻ്റിൽ ഞാൻ വന്നപ്പോൾ നമ്മുടെ ലൊക്കേഷൻ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ തൊട്ടടുത്ത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫ്ലാറ്റിൻ്റെ പ്രോസസ്സ് തുടങ്ങിയില്ല സർ? തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വി ആർ വെരി പ്രൗഡ് ടു സീ ദാറ്റ് വി ആർ ടോക്കിംഗ് ടു എ വെരി ഇമ്പോർട്ടൻറ്റ് business magnate. Of course, not the typical literary figures you are normally watching in such kind of occasions. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ കുട്ടികളെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് പഴയതുപോലെ ജോലി വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുന്നതിന് പകരം ജോലി കൊടുക്കുന്നവരായിട്ട് മാറണം. യു ട്രൈ ടു ബി എൻ ഓൺട്രപ്രണർ. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അവരോട് സാറിന് എന്താ പറയുന്നത്, ഹൗ ടു ഡെവലപ്പ് ദി സ്കിൽസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്? സാർ നേരത്തെ അമ്മയുടെ ആ സാധനമൊക്കെ ഒരു ഓൺട്രപ്രണർ സ്കിൽസ് ഉണ്ടല്ലോ, അത് ചെയ്താൽ പൈസ തരാമെന്നൊക്കെ പറയുന്ന സംഭവം.
Yes, we have 2 more minutes. The organizer is pestering me, so we'll be stopping immediately. ഇല്ല, ഞങ്ങളൊന്നും സ്കൂളുകളിൽ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങളൊന്നും സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുമ്പോൾ ഈ വാക്കില്ല. അന്ന് നിഘണ്ടുവിൽ ഇങ്ങനെ ഒരു വാക്കില്ല. ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള വാക്ക് ഞങ്ങളാരും കേട്ടിട്ടില്ല. സംരംഭകത്വം എന്ന് പറയുന്നൊരു പദം നമ്മളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും സംരംഭകരായിട്ട് മാറിത്തീരുന്ന സമയത്ത് അല്ലെങ്കിൽ ആവുന്ന ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്കും നമ്മുടെ സമൂഹത്തിനും നന്മയുണ്ടാക്കുന്നതാക്കി തീർക്കാനായിട്ട് സാധിക്കുക. അത്തരം ഒരുപാട് നന്മ മരങ്ങളുടെ ഒരു കൂട്ടമായിട്ട് കേരളത്തിലെ സംരംഭക സമൂഹം മാറുന്ന ഒരു കാലഘട്ടമായിരിക്കണം ഒരു പക്ഷേ കേരളത്തിൻ്റെയും ഉയർച്ചയുടെ തുടക്കമാകുന്നത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ പുസ്തകം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോസിറ്റിവിറ്റിയാണ് സാറിൻ്റെ പുസ്തകത്തിൻ്റെ ഡിഫൈനിങ് ആസ്പെക്ട് ഓഫ് ഹിസ് ബുക്ക് ഓൺ മിത്ത് ആൻഡ് റിയാലിറ്റി. എനിക്ക് തോന്നി ഞാൻ ഈ അരമണിക്കൂർ സാറിൻ്റെ സംസാരത്തിൽ ഹി വാസ് എൻ എപ്പിറ്റം ഓഫ് പോസിറ്റിവിറ്റി. അത് വലിയ സന്തോഷമാണ് നമുക്ക്. ഒരു പക്ഷേ സാർ നേരത്തെ പറഞ്ഞ പോലെ പുതിയ കാലത്ത് നെഗറ്റിവിറ്റി വാഴുന്ന കാലത്ത് ഒരു പോസിറ്റിവിറ്റി, ഇത് ആറ്റിറ്റ്യൂഡ് ഓഫ് പോസിറ്റീവ് തിങ്കിങ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളത് സാർ ഈ അരമണിക്കൂറുള്ള സംസാരത്തിൽ നമ്മോട് കാണിച്ചു എന്നോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കിഷ് അല്ലാത്ത റിയൽ ലൈഫ് ഇൻസൈറ്റ്, റിയൽ ലൈഫ് വിസ്ഡം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ റിവീലിംഗ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് തന്ന് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ടും മാനേജ്മെൻറ്റ് ഇൻ ജനറൽ, ലീഡർഷിപ്പ് ഇൻ ജനറൽ എന്നീ മേഖലയിലൊക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് തന്നിട്ടുള്ള SHMD മിസ്റ്റർ സുനിൽ സാറിന് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ എല്ലാ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much. That was a wonderful discussion.